The only reason I go college every day is because I don't have break. College going girls, we don't have money. ഒരു ദിവസം ഞാൻ വൺ സൈഡിൽ കൈയുള്ളതും മറ്റേ സൈഡിൽ സീഡ്ലെസ്സും ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ടു. Think, oh my god, how അതൊരു ഭയങ്കര സാഡ് സ്റ്റോറിയാണ്. How about dressing up tomorrow? ഇത് കണ്ടോ, that's really cool. ടുഡേ ഒരു മൺഡേ ആണ്. സോ കോളേജുണ്ട്. കോളേജ് 2 o'clock തുടങ്ങും. 1:30 ഇവിടെ നിന്ന് ഇറങ്ങണം. സോ ഇന്ന് ഞാൻ വിചാരിച്ചു വി ക്യാൻ ഡു സംതിങ് റേച്ചൽ ഗ്രീനിൻ്റെ ഇൻസ്പയർഡ് ആയിട്ട് എന്തെങ്കിലും ലുക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എൻ്റെ ഒരു ഷർട്ട് എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഒരു ഷർട്ടിനകത്ത് ദാറ്റ് സോ മച്ച് ലുക്സ് ലൈക്ക് റേച്ചൽ മറ്റേ റെസ്റ്റോറൻറ്റിൽ വെയിട്രസ് ആയിട്ട് നിൽക്കുമ്പം ഇടുന്ന കുറച്ച് ഔട്ട്ഫിറ്റ്സുമായിട്ട് ഭയങ്കര ഒരു ലുക്ക് ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഐ തോട്ട് വി ക്യാൻ ഡു സംതിങ് ലൈക്ക് റേച്ചൽസ്. ഫ്രണ്ട്സിൽ എനിക്ക് ആകെ ഒരു റേച്ചലുമായിട്ടുള്ള എൻ്റെ ഒരു സാമീപ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഹെയറിലാണ്. ചെറുതായിട്ടെങ്കിലും 100% പറയാൻ പറ്റില്ല, ബിക്കോസ് വി ബോത്ത് ഹാവ് സ്ട്രെയിറ്റ് ഹെയർ. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് എനിക്ക് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി റേച്ചൽ ഗ്രീനുമായിട്ടുണ്ടെന്ന്. ബട്ട് പേഴ്സണാലിറ്റിയിലുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ പേഴ്സണാലിറ്റിയിൽ ഐ ആം ലൈക്ക് റേച്ചൽസ്, ബിക്കോസ് ഐ ഡു ലവ് ഫാഷനിങ് ലോട്ട്. ഫാഷൻ ദാറ്റ്സ് ദ ഓൺലി തിങ് ഇൻ മൈ മൈൻഡ് ഓൾവേസ്. കാരണം ഫാഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഐ കെപ്റ്റ് മൂവിങ് ഓൺ. എന്ത് പ്രോബ്ലം വന്നാലും ഐ തിങ്ക് ഹൗ അബൌട്ട് ഡ്രസ്സിങ് അപ്പ് ടുമോറോ. അപ്പം ആ ഒരു തിങ്ങിൽ എവറിത്തിങ് എൽസ് വിൽ ബി സോർട്ടഡ് ഓഫ്. ലൈക്ക് അതാണ് എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ഫാഷൻ. ലൈക്ക് ഐ എം ഫാഷൻ അഡിക്റ്റ്. മേ ബി ഐ റിയലി ലൈക്ക് ഫാഷൻ. ആൻഡ് ഫ്രണ്ട്സിൽ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആദ്യം കാണുമ്പോൾ തന്നെ റേച്ചലായിരുന്നു. വേറെ റേച്ചൽ, ജോയി, ചാൻഡലർ, മോണിക്ക, ഫീബ്സ് ആൻഡ് റോസ്. ലൈക്ക് കപ്പിളാണെങ്കിൽ ഐ ലൈക്ക് മോൺലർ മച്ച് ബെറ്റർ ദാൻ റോസ്ചൽ, ബിക്കോസ് ഐ ഡോണ്ട് നോ, ഐ ലൈക്ക് മോൺലർ മച്ച് ബെറ്റർ ദാൻ റോസ്ചൽ. You know why I love Rachel? It's because of her fashion. She has that love of me to fashion to hers as well. അത് കാരണം I kind of like her a lot. Yeah, we can get ready for that. First dressing up or first makeup? First makeup then dressing up. I don't know, റേച്ചലിൻ്റെ പോലെ മേക്കപ്പ് 100% വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഷീ ഈസ് മച്ച് ബ്യൂട്ടിഫുൾ. ഓ മൈ ഗോഡ്, ജെനിഫർ ആനിസ്റ്റൺ ഈസ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഞാൻ നൗ ഐ ആം ഡ്രസ്സിങ് അപ്പ് ഫോർ മൈ കോളേജ്, സോ ഐ കാൺ വെയർ എ ലോട്ട് ഓഫ് മേക്കപ്പ്. ഐ കുഡ് ദാറ്റ് ലൈക്ക് ഭയങ്കര ഐലാഷ് കേളിങ്ങും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര മിനിമലായിട്ട് ചെയ്തില്ലെങ്കിൽ, കാരണം ഞാൻ ഇവിടുന്ന് പോകുന്നതിന് 1:30, കോളേജ് ചെല്ലുമ്പോൾ തന്നെ വേർത്ത് കുളിക്കും. അപ്പോൾ പിന്നെ ഒത്തിരി നമ്മൾ വല്ലാണ്ട് കൺസീലറോ ഫൗണ്ടേഷനോ ലിപ്സ്റ്റിക്കോ എന്ത് തന്നെ ഇട്ടാലും ബോറാവത്തേ ഉള്ളൂ. സോ എല്ലാം വളരെ ലൈറ്റായിട്ട്, സൺസ്ക്രീൻ മാത്രം ഒത്തിരി കൂടി, അങ്ങനെ മാത്രമേ ഇവിടുത്തെ കേരളത്തിലെ ക്ലൈമറ്റിൽ എന്തായാലും പറ്റുള്ളൂ. സോ വി ക്യാൻ ട്രൈ ദാറ്റ്. I'm 100% sure I'm not gonna look like Jennifer Aniston. She's so beautiful, but let me try it because she's my lady crush forever. Rachel Green, she's an inspiration for all of us, right? Yeah, like 1994 friends വന്നത്. അന്നേരത്തെ റേച്ചലിൻ്റെ ലുക്സ് ഇപ്പം 2024 എനിക്ക് ഇത്ര ഇൻസ്പയറിങ് ആണെങ്കിൽ തിങ്ക്, oh my god, how fashionable she was in that time. Yeah, I'm back. ഇതിനകത്ത് മറ്റേ ടൈം ആയി കാണില്ലല്ലേ? മറ്റേ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് വന്ന ടൈമിൽ ഐ തോട്ട് ടൈം അത്ര എക്സ്ട്രാ ആവുന്നത്. ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ഓക്കെ,
That was a blunt thought. Leave it. Okay, now I use my moisturizer, sunscreen. Then we can do the makeup. Moisturizer, I would use this one. This one because then the doctor I can't do any other moisturizer because I have extremely oily skin and my skin is acne prone. Plus sensitive sometimes. ഈ ഐബ്രോസ് ഒക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it looks red. I don't know why, but it looks red. ഫ്രണ്ട്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് സീസൺ ഏതാ? ഫേവറേറ്റ് സീസൺ ലൈക്ക് എൻ്റെ ഫേവറേറ്റ് സീസൺ ഈസ് 1 and 2 because 1-ലും 2-ലും Rachel is much prettier, I guess. Maybe she is much closer to my age in 1 and 2. ഇപ്പോഴത്തെ എൻ്റെ ഏജിലോട്ട് 1-ലും 2-ലും ആയിരിക്കും മേ ബി മച്ച് ക്ലോസർ. ഐ തിങ്ക് ഷീ ഈസ് സംവെയർ അറൗണ്ട് 25 or something. എന്തായാലും 23, 22, 21 അതൊന്നുമല്ല. ഐ ഡോണ്ട് നോ. ആ മാരേജിൽ നിന്ന് ഓടി വരുന്ന ഭാഗത്തെ ഐ റിയലി ലൈക്ക് ദാറ്റ്. Okay, this sunscreen I used is Raycol because I have oily skin. This is very mattifying sunscreen. I don't use any other sunscreens. It മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. It's my fourth time buying it. It's the time now. I have no idea. ഫോണിലെ സ്ക്രീനിലും കാണിക്കുന്നില്ല. എനിക്ക് 2 മണിക്ക് കോളേജ് ആയിരുന്നു. ഫസ്റ്റ് പീരീഡ് starts at 2 o'clock. But you know 2 മണിക്ക് പക്ഷെ എല്ലാവരും വരത്തുള്ളൂ. 1:30 നമ്മൾ അവിടെ ചെന്ന് നിന്നാലും നമ്മളവിടെ പോസ്റ്റ്. എക്സ്ക്യൂസ് ദിസ് ഷർട്ട് ഇങ്ങനെ കീറിയിരിക്കുന്നത്. അത് ഞാൻ എന്താണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ടീഷർട്ടാണ്. കീറിയിട്ടും എനിക്കത് കളയാൻ തോന്നുന്നില്ല. ഞാൻ അവിടെ എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്തിനാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഇതെടുത്ത് കളഞ്ഞുകൂടെയെന്ന്. ബട്ട് ഐ റിയലി ലൈക്ക് ദിസ് വൺ. ഞാൻ സ്കൂളിൽ പഠിക്കാൻ നേരം +2 പഠിക്കാൻ നേരം ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ചതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നോ മറ്റോ. അപ്പം അത് ഫസ്റ്റ് ടൈം ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത്. കാരണം ലൈക്ക് അതിനുമുമ്പ് വി ഡോണ്ട് ഹാവ് എനി മണി. സോ നമുക്ക് നമ്മുടെ പേഴ്സണലി പോക്കറ്റ് മണി ആയിട്ട് തരുന്ന കൂട്ടി വെച്ച് ഒന്ന് മേടിച്ചതാണ് ഈ ടീഷർട്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഡോണ്ട് ലൈക്ക് ടു ത്രോ ഇറ്റ്. So I am still wearing it. Excuse this t-shirt is a little bit torn and all. വീട്ടിലാരും കാണാനാണ്. സോ പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും ഇപ്പം ടോൺ ജീൻസ് ഫാഷനായ മാതിരി 1 day ടോണായിട്ടുള്ള ഇതും ഫാഷനാകുമായിരിക്കും. അതിൻ്റെ ഒരു ഫാഷനാണെന്നൊക്കെ പറഞ്ഞിട്ടുകാരുടെ ലിപ് ബാം ലോട്ടസിൻ്റെ ലിപ് ബാമാണ്. ആക്ച്വലി ഈ ലിപ് ബാം നല്ല ഹെയർസ്റ്റിനെ യൂസ് ചെയ്തത്. എന്നിട്ട് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി ഈ ലിപ് ബാം യൂസ് ചെയ്ത് ഞാൻ ചെറിയൊരു ടിൻ്റ് വരും. പക്ഷെ വലിയ ടിൻ്റൊന്നും വരില്ല, വളരെ ചെറിയ ടിൻ്റ് വരും. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വാടി എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ലിപ് ബാമാണ്. ഇത് ഒരെണ്ണം മേടിച്ചാൽ ഒരെണ്ണം കിട്ടും. 2 ഒന്നിച്ച് കിട്ടും. ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചത് ഒത്തിരി പണ്ട് മേടിച്ചതാണ്. നല്ല പണ്ട് മേടിച്ചു. പക്ഷെ ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്. നൈറ്റിലൊക്കെ ഇട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ your lip will be really moisturized and it's very budget friendly. ജൂലൈ 2024 ഇത് എക്സ്പയർഡ് ആവും. അത്ര നാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഇത് തീരും. അതിനുള്ളതേ ഉള്ളൂ. I will show you the trick. ഞാനാണെങ്കിൽ ഈ ലിപ് ബാം കുറച്ച് പീരിയഡിൽ ഇങ്ങനെ ലാസ്റ്റ് വരുന്ന കുറച്ച് ഇട്ട് നോക്കും. Why? There is no exact reason why. Actually, it's because എൻ്റെ ഐബ്രോസിൻ്റെ ഓരോ പർട്ടിക്കുലർ ഹെയർസ് ആർ ലിറ്റിൽ ബിറ്റ് ലോങ്. അപ്പം അത് ഇങ്ങനെ ലോങ് ആയിട്ട് പൊങ്ങിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ലിപ് ബാം കുറച്ചിട്ട് കൊടുക്കും. ഞാൻ പണ്ടുപോലെ ഇട്ട് കൊടുക്കാറുണ്ട്. സോ അതങ്ങനെ തന്നെ പൊസിഷനിൽ ഇരുന്നോളും. അതിനകത്ത് ലൈക്ക് ഐബ്രോ ജെല്ലൊക്കെ അതിന് കിട്ടുന്നു. ജെല്ലും മറ്റേ എൻ്റെ ഉണ്ടത് വാക്സ് ഈ വെറ്റർ വൈൽഡിൻ്റെ ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ്. ഇതും നല്ലതാണ്. ദിസ് ഇസ് റിയലി ഗുഡ്.
ഇത് ഞാൻ എന്തെങ്കിലും പർട്ടിക്കുലർ ഫങ്ഷൻ വരുമ്പോഴത്തേനും മാറ്റി വെച്ചേക്കുന്നത്. മാറ്റി വെച്ച് കുറേ നാളായി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ഈ സാധനം യൂസ് ചെയ്ത് കഴിയണം. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഹാപ്പനിങ് ഓർ നോട്ട്. ഐബ്രോസ് ചെയ്താലോ? ഐബ്രോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ വേണ്ട പണിയാണ്. ഐബ്രോസ് ഞാൻ ചെയ്യുന്നത് നൈക്കയുടെ കാജലുകൊണ്ട്. ഞാൻ ഐബ്രോ പെൻസിൽസ് അങ്ങനെ മേടിക്കാറില്ല. ബിക്കോസ് എൻ്റെ ഐബ്രോസിൻ്റെ കളറ് എക്സാക്ട്ലി കാജലിൻ്റെ കളർ തന്നെ. അപ്പം ഐ ഡോണ്ട് ബൈ 2 products. പിന്നെ എനിക്ക് ഇതുണ്ട്, ബ്രോക്കറ്റ് ഉണ്ട്, പിന്നെ ഐ ഷാഡോ വെച്ചും ഫില്ല് ചെയ്യാവുന്നതാണ്. സോ ഞാൻ അങ്ങനെ അതൊന്നും ലൈക്ക് ഐബ്രോ പെൻസിലായിട്ട് മേടിച്ചിട്ടില്ല. പക്ഷെ ഐബ്രോ പെൻസിൽ മേടിക്കുന്നതാണ് മച്ച് ബെറ്റർ. എനിക്ക് മറ്റേ പൗഡർ പ്രൊഡക്ട്സിനെക്കാളും എനിക്ക് എന്തോ കാര്യം കൊണ്ട് മറ്റേതാണ് ഇഷ്ടം. ചിലപ്പോൾ എനിക്ക് മറ്റേ ഇതാണ് ഇഷ്ടം. എന്താണ് ഈ പൗഡർ പ്രൊഡക്ട്സ് ആവും ഇഷ്ടം. ചില സീസണിൽ എനിക്കിഷ്ടം പെൻസാണ്, ചില സീസണിൽ ഇഷ്ടം ഐബ്രോ പെൻസിലാണ്. അങ്ങനെ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബട്ട് റൈറ്റ് നൗ ഐ എം ഒബ്സസ്ഡ് വിത്ത് ദിസ് കാജൽ. ഇതും പിന്നെ ഇതിൻ്റെ പ്ലം ഗുഡ്നെസ്സിൻ്റെ ഒരു കാജലില്ലേ, മറ്റേ പർപ്പിൾ കളറിലിരിക്കുന്ന എൻ്റെ ഉണ്ട്. അതെൻ്റെ കോളേജ് ബാഗിലിരിക്കും. കോളേജ് വെച്ച് എപ്പോഴെങ്കിലും ഫില്ല് ചെയ്യേണ്ടി വന്നാലും എന്ന് വിചാരിച്ച് ഞാനത് അതിനകത്ത് വെച്ചിരിക്കുക. അതും ഭയങ്കര നല്ലതാണ്. കാരണം അതൊക്കെ രാവിലെ വരച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വരെ അങ്ങനെ തന്നെ ഇരിക്കും. ഇതും അങ്ങനെ തന്നെ ഇരിക്കും. ഐബ്രോസ് പക്ക റേച്ചൽ ഗ്രീൻ്റെ പോലെ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ ഷേപ്പും റേച്ചൽ ഗ്രീൻ്റെ ഷേപ്പും എൻ്റെ ഡിഫറെൻ്റാണ്. എൻ്റെ ഷേപ്പ് പോലെയല്ല റേച്ചൽ ഗ്രീൻ്റെ ഷേപ്പ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലേക്ക് നോക്കുന്നു, ക്യാമറ നോക്കാതെ. ദാറ്റ്സ് എ ബുൾഷിറ്റ് തിങ് ഐ നോ, ബട്ട് സ്റ്റിൽ ഐ എം ഡൂയിങ് ദാറ്റ്. ഐ ഡോണ്ട് നോ. ഐ എം സേയിങ് ടു മൈസെൽഫ് ഡോണ്ട് ലുക്ക് അറ്റ് ദ സ്ക്രീൻ, ലുക്ക് അറ്റ് ദ ക്യാമറ, ബട്ട് ഐ എം സ്റ്റിൽ ലുക്കിംഗ് അറ്റ് ദ സ്ക്രീൻ. ഇവിടെ ഒരു കണ്ണടയുണ്ട്, എൻ്റെ കയ്യിൽ ഒരു കണ്ണടയുണ്ട്, എന്നിട്ട് ഞാൻ സ്ക്രീനിലാണ് നോക്കുന്നത്. Yeah, that's how some people are. ഇത് കണ്ടോ? ദാറ്റ്സ് റിയലി കൂൾ. ഈ മിററിൽ ഇതെൻ്റെ മുഖത്തടിക്കുന്നതാണ്. ദാറ്റ്സ് പ്രിറ്റി കൂൾ. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇവിടെ ചൂടെടുത്ത് വെന്തവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവും. അത് നന്നായിട്ടായിരുന്നു വന്നത്. പിന്നെ അതിനകത്ത് പണിത് ഞാനിപ്പോൾ കുളമാക്കും. അതുകൊണ്ട് കാര്യം നിങ്ങളൊക്കെ കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരുന്നു ഒരു ഡെയിലി കോളേജിൽ പോകുന്നതിൻ്റെ? ഞാൻ ഡെയിലി കോളേജിൽ പോകുന്നതിൻ്റെ റീസൺ എനിക്ക് ഫുൾ അറ്റൻഡൻസ് ആണ്. ഞാൻ എല്ലാ ദിവസവും കോളേജിൽ പോകും. യോനോവായി എനിക്കൊരു ഡ്രസ്സുകൾ ഫാഷൻ അതൊക്കെ ഒരു പുതിയ ഡ്രസ്സുകളും പുതിയ ഔട്ട്ഫിറ്റ്സ് പുതിയ എന്താണ് പുതിയ ഓരോ ഫാഷനിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാമല്ലോ. പുതിയ അക്സസറീസ് ട്രൈ ചെയ്യാം. ഇതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനെയല്ല, ഞാനിങ്ങനെ വളരെ ചൂസ് ആയിട്ടാണ് പിക്ക് ചെയ്യാറുണ്ട്. ഞാനെല്ലാം പിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ നമ്മളൊരു തുണിക്കടയിൽ പോയിട്ട് അവിടുത്തെ കളക്ഷനിൽ നിന്ന് എടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. വാട്ട് ഐ ഡു ഈസ് എൻ്റെ മനസ്സിലൊരു സാധനം കാണാം, അതെവിടെ കാണുന്നു അപ്പോഴേ ഞാൻ മേടിക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ മേടിക്കില്ല. I'm so picky about that. And yeah, now we can do concealer, a little bit concealer. ഒത്തിരി കൺസീലർ ഇടാൻ പറ്റില്ല ബിക്കോസ് എന്താണ് വെയിലാണ്, അതിൻ്റെ റീസൺ. ഒത്തിരി കൺസീലർ ഇട്ടാൽ വേർത്ത് ഒലിച്ച് കുളമാവും. എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, പ്ലസ് ആക്നെ ബോൺ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്. ചെറിയ റെഡ്നെസ് ഒക്കെ ഉണ്ട് ചുണ്ടിൻ്റെ മുകളിലതിൻ്റെ ഞാൻ വീശെടുത്തിട്ടുണ്ട്. ഇത് സെറ്റിംഗ് സ്പ്രേ ആണ്, ഫേസ് കാനഡയുടെ നല്ല സെറ്റിംഗ് സ്പ്രേ ആണ്. ഡസ് ദ ജോബ്. ഞാൻ സ്കിൻ അധികം ഓയിലി ആവാതിരിക്കാനായിട്ട് ചില ദിവസങ്ങളിൽ മേക്കപ്പ് ചെറുതായിട്ടെങ്കിലും ഇടാൻ ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ ആദ്യവും സെറ്റിംഗ് സ്പ്രേ അടിക്കും, അവസാനം ലുക്കെല്ലാം ചെയ്ത് കഴിയുമ്പോഴും സെറ്റിംഗ് സ്പ്രേ ആയിരിക്കും. ഞാൻ ഈ സാധനം മുകളിൽ നിന്ന് എടുത്ത് ഇതിനകത്താണ് എൻ്റെ ഐബ്രോ കോംബ് ചെയ്യുന്ന ബ്രഷുള്ളത്. ഐബ്രോ കോംബ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല്ല് വെക്കുന്ന ബ്രഷ് തന്നെയാണ്. പക്ഷേ ഇത് വെച്ച് ഞാൻ പല്ല് വെച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞാൽ നീ പല്ല് വെച്ച് കഴിഞ്ഞിട്ട്
കേടായ ബ്രഷ് ഇവിടെ അതായത് ഒത്തിരി നാൾ തേച്ച് കഴിഞ്ഞിട്ട് മറ്റേ ബ്രഷ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതല്ലേ നല്ല. ഇത് ഞാൻ ഒരു ബ്രഷ് ഇതിന് വേണ്ടി തന്നെ എടുത്ത് മാറ്റി വെച്ചതാണ്, ഐബ്രോസ് കോം ചെയ്യാൻ. കാരണം എൻ്റെ കയ്യിൽ ഇതുണ്ട്, ഈ മറ്റേ ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്ന ബ്രഷുണ്ട്. ബട്ട് എനിക്ക് ഇതിനേക്കാളും മച്ച് കംഫർട്ടബിൾ ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാരണം യൂസ് ദിസ് വൺ. ഇതും ഉണ്ട്, ഇതൊരു മസ്കാര കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ബട്ട് ഇതിനേക്കാളും ഒക്കെ ബെറ്റർ ആ ഓപ്ഷനാണ്. പിന്നെ നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ് എടുത്ത് ഒരു തവണയും കൂടെ നമുക്കൊന്ന് ബ്രോഫിൽ ചെയ്യാം. ഇവനൊക്കെ റോസിന് ഒത്തിരി ഡിഫറൻസ് വരുത്താൻ പറ്റും നമ്മുടെ ഫേസിൽ. പക്ഷെ ഇപ്പം ചെറുതായിട്ട് ഞാൻ കുളമാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൊച്ചു പിള്ളേരുടെ പോലെ ആയിരുന്നു. കുഴപ്പമില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ ശരിയായിക്കോളും, തന്നെ ശരിയായിക്കോളും എന്ന് നമുക്ക് വിശ്വസിക്കണ്ടേ. അല്ല, ഇതിനകത്ത് ഞാൻ കൂടുതൽ പണിയുന്നില്ല. കൂടുതൽ പണിത് എന്തായാലും കൂടുതൽ കുഴപ്പമാവട്ടെ. ഞാൻ കൺസീലർ ഇവിടെ അമ്മ അതിന് എണീറ്റെടുക്കണം. വെയിറ്റ്. കുറച്ച് ലെങ്ത് വരുന്ന ഇഷ്ടമാണ് ഐബ്രോസിന്. കുറച്ച് ലെങ്ത് ഉണ്ട് ഇപ്പം. How to be satisfied with this one. കൺസീലർ ഞാൻ LA Girlന്റെ പ്രോ കൺസീലറാണ് യൂസ് ചെയ്യുക. പിന്നെ എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഈ കൺസീലർ ഉണ്ട്. ദിസ് ഈസ് റിയലി ഗുഡ്, നല്ല കൺസീലറാണ്. പക്ഷേ ഈ കൺസീലറിൻ്റെ ഒരു പ്രശ്നം, ഞാനിതെടുത്തത് എൻ്റെ പഴയ സ്കിൻ ടോൺ ഈ കളറിലായിരുന്നു. പക്ഷേ ഞാൻ ടാനായി എനിക്ക് ലൈറ്റാണ്, ഇപ്പോൾ ഭയങ്കര ലൈറ്റാണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ഇത് കളയാനേ പറ്റുള്ളൂ. കാരണം ഞാനിനി അത്ര ലൈറ്റാവും, ഇപ്പോൾ ഒന്നും ലൈറ്റാവില്ല. കാരണം എൻ്റെ LLB പഠനം കഴിഞ്ഞ് കഴിഞ്ഞാലേ ഞാൻ എന്തായാലും ഈ സ്കിൻ ടോണിൽ നിന്ന് മാറിയിട്ടുള്ളൂ. പാടുള്ളിടത്ത് മാത്രം തേക്കാം. മൈ സിസ്റ്റർ ഫൈലിംഗ് വിത്ത് മൈ ഫാദർ കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞു കുറച്ച് നേരം കഴിയുമ്പോൾ ഇനി തുടങ്ങുമായിരിക്കും. അത് പറയാൻ പറ്റില്ല. അതിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് നമുക്കൊന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ തന്നെ കുറച്ച് ഇരിക്കട്ടെ. വി ക്യാൻ വെയിറ്റ് ഫോർ എ വൈൽ. അപ്പോഴത്തേനെ ഇത് എൻ്റെ പ്ലമ്മിൻ്റെ ബോഡി ഗ്ലവിങ് മിസ്റ്റാണ്, നല്ല വൈബ്സ്. ഇതെനിക്ക് എന്തിനു കൊടുത്തി ഫ്രീ കിട്ടിയതാണ്. ഇതിനകത്ത് ഒന്നുമില്ല, ഇത്രയാണ് ഉള്ളത്, ബെയർ മിനിമം. അത് അത്ര, പക്ഷേ അത്ര ഉള്ള കാരണം എനിക്ക് കളയാനൊന്നുമില്ല. കാരണം മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു റേച്ചൽ ആൻഡ് ഫ്രണ്ട്സ് ഹാഡ് ഡാർക്ക് ഐ ഷാഡോസ്. ഐ ഹാഡ് സം റെഫറൻസ് പിക്. പക്ഷേ അതിനകത്ത് കണ്ണിൻ്റെ മുകളിൽ എന്താണ് ചെയ്തേക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ചിലർ നമുക്ക് തോന്നും ഐലൈനർ ഇട്ടിട്ടുണ്ടെന്ന്, ചിലർ തോന്നുന്നില്ല. സോ ഈ പർട്ടിക്കുലർ ലുക്ക് വിച്ച് ഐ ആം ഡൂയിങ് ടുഡേ ഈസ് ഫ്രം വൺ വിത്ത് മിസ്സസ് ബീനിലെ മറ്റേ റോസ് ചാനലിൻ്റെ അമ്മയെ നോക്കൂലേ, അതിനകത്തൊരു ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ആ എപ്പിസോഡിനകത്ത് സീസൺ 1 റോസ് ചാനലിൻ്റെ അമ്മ നോക്കുന്ന അതിനകത്ത്. അപ്പം റീച്ചിൽ മറ്റേ ഐറിഷ് ഗായെ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറിഷ് ഗായുടെ പേര് ഞാൻ എടുത്തെന്ന് പറഞ്ഞു. പൗലോ, റൈറ്റ്? പൗലോയെ ഇപ്പം റീച്ചിൽ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി പൗലോ ഇൻ മൈ ലൈഫ് നൗ. സോ ദാറ്റ് കണ്ട് താഴെയും കുറച്ച് ലൈറ്റായിട്ട് ഇത് നൈക്കയുടെ വീണ്ടും ഫ്രീ കിട്ടിയ ഐഷാഡോ പാലറ്റാണ്. ഇത് ഞാൻ നൈക്കയുടെ സ്റ്റോർ പോയപ്പം അതൊരു ഭയങ്കര സാഡറിങ് സ്റ്റോറിയാണ്. ഞാൻ നൈക്കയുടെ എമോട്ടിയിലെ സ്റ്റോറിൽ പോയിട്ട് 2 ലിപ്സ്റ്റിക്കും നൈക്കയുടെ ഐലൈനറും ഈ നൈക്കയുടെ മറ്റേ പില്ലോ ഫൈറ്റ് ലിപ് ക്രയോൺ അല്ലല്ല ലിപ് ലൈനർ മേടിച്ചു, മറ്റേ ജാൻവി കപൂർ ഉപയോഗിക്കുന്ന വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഈ ഐഷാഡോ പാലറ്റ്. അത് സംതിങ് ഞാനിത് മേടിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ നൈക്കയിലെ ഏറ്റവും വലിയ സെയിലിൻ്റെ പേരെന്താണ് എനിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ സെയിൽ നടക്കുമായിരുന്നു. ഐ ജസ്റ്റ് മിസ് ദാറ്റ് സെയിൽ. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയി ഇത്ര സാധനം മേടിച്ചു.
അത് കാരണം എനിക്കിത് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ ഓരോ ദിവസം മുമ്പായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് റിവ്യൂസ്, ഒത്തിരി എണ്ണം കിട്ടിയാണ്. പക്ഷേ എനിക്കിത് മാത്രമേ കിട്ടുള്ളൂ. ബട്ട് ഐ എം ഹാപ്പി വിത്ത് ദിസ് വൺ. ദിസ് റിയലി വാസ് എ ബിക്കോസ് നമുക്ക് ബേസിക് നമുക്ക് ചെയ്യാനുള്ള എല്ലാ കളേഴ്സും അതുകൊണ്ട് സോ വി ക്യാൻ ഡു എനിത്തിങ് വിത്ത് ഇറ്റ്. നമ്മൾ നേരത്തെ എടുത്ത ഈ ബ്രഷ് എടുക്കാം, വേറെ ബ്രഷ് എടുക്കണം. ആ ബ്രഷിനകത്ത് ഭയങ്കര ബ്ലാക്ക് ഉള്ളതല്ലേ, വേറെ ബ്രഷ് എടുക്കാം. ഇതൊക്കെ മറ്റേ നോർമൽ ബ്രഷുകളാണ് കേട്ടോ, കമ്പനി ഭയങ്കര സംഭവമായിട്ടുള്ള ബ്രഷല്ല. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഏതോ ലോക്കൽ സ്റ്റോറിയാണ് മേടിച്ചത്. ഏതോ പേര് നോക്കുന്നില്ല, ലോക്കൽ സ്റ്റോറിൽ അത്രയ്ക്ക് പണ്ട് മേടിച്ചത്. കേരളത്തിലെ കോളേജിൽ പോയിട്ടിരിക്കണം. ഇവിടെ എൻ്റെ കൈ ഒന്ന് തെന്നി കുളമായിട്ടുണ്ട് ഇവിടെ, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം തന്നെ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പോകുള്ളൂ. തങ്കത്തോണി മലയോരം കണ്ടേ. നമുക്ക് കണ്ട മുകളിൽ എഴുതി കൊടുക്കാം. ലൈറ്റായിട്ട് റേച്ചൽ അതിനകത്ത് കണ്ട മുകളിൽ ചില ലുക്സിൽ ഐലൈനർ എഴുതുന്നുണ്ട്, ചിലതിൽ എഴുതുന്നില്ല. ബട്ട് നമുക്കിന്ന് ചെറുതായിട്ട് എഴുതി കൊടുക്കാം. ഇവിടെ ഡിഡീസ് ഈ ഭാഗത്ത് വന്നിട്ട് കുറച്ച് തിക്കാക്കി കൊടുത്തു. തിക്കണ്ട ഇവിടെ ലൈക്ക് ഒരു ഔട്ട് സൈഡ് എഡ്ജിൽ കുറച്ച് തിക്കാക്കി കൊടുത്തു. അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ കണ്ടിരിക്കുന്നത് അതിനകത്ത്. പക്ഷെ ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. വേർത്തിട്ട് എൻ്റെ മേക്കപ്പ് എന്താവും എനിക്കറിയുന്നുണ്ട്. ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. Again we can do that. Yes. So cute. നമുക്ക് ഈ ഇത് സെറ്റാക്കി കൊടുക്കാം. ഇതൊക്കെ ആമസോണിൽ നിന്ന് കിട്ടുന്ന ബ്രഷസാണ്, അല്ലാതെ കമ്പനി ബ്രഷസ് അല്ല. ആമസോണിലെ എക്സോ വൈബസ് ബ്രഷസ് which is very budget friendly. Again my father is talking to my sister. Now they are not fighting, they are talking something. I guess you guys can hear it. വലിയൊരു കവറേജിലേക്കൊന്നും പോയിട്ടില്ല, വളരെ ലൈറ്റായിട്ടുള്ളൊരു കവറേജിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷെ എനിക്കൊന്നും ക്യാമറ അതിങ്ങനെ ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. കണ്ട എൻ്റെ പാടുകളൊക്കെ എപ്പോഴും കാണാം. നമുക്ക് കുറച്ച് ഈ പൗഡറും കൂടെ ചേർത്ത് ചെയ്ത് നോക്കാം. പക്ഷെ ഇത് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ഒട്ടും താല്പര്യമില്ല, കാരണം നന്നായിട്ട് വേർത്തിപ്പം. What's the time now to go to college? ബ്ലഷും പൗഡറും ഒക്കെ എന്ത് ചെയ്യുന്നത് ഈ കളർ സ്റ്റുഡിയോയുടെ വാരറ്റിന്നാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ചാത്തനാണ്, ഒറിജിനൽ അല്ല. ബ്ലഷ് ഐ ആം ടേക്കിംഗ് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത്. ബിക്കോസ് എനിക്ക് അധികം ബ്ലഷ് വേണ്ട, കാരണം റേച്ചലും ഭയങ്കര ഫ്ലഷ്ഡ് ബ്ലഷ് ലുക്സ് ഒന്നും അതിനകത്ത് ഇട്ടിട്ടില്ല. പിന്നെ അന്ന് ഹൈലൈറ്റർ ഇട്ടിട്ടേ ഇല്ല. 1994 ഇറ്റ് വാസ് മോർ ടുവേർഡ്സ് മാറ്റ് ലുക്സിലേക്കായിരുന്നു. അതെന്തായാലും എനിക്കിഷ്ടമായി, കാരണം എനിക്ക് ഗ്ലോസി ലുക്സ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സ്കിൻ ഓയിലി ആയ കാരണം അത് അത്രയ്ക്ക് എനിക്കറിഞ്ഞ ഇവിടെ ഫ്ലാറ്ററിങ് ആയിരിക്കും. എനിക്ക് കുറച്ചുകൂടെ മാറ്റ് ലുക്സാണ് ഇഷ്ടം. എൻ്റെ ഓയിലി സ്കിന്നാണ്. പ്ലസ് കേരളത്തിലെ ക്ലൈമറ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോണ്ടോറിങ് വേണേൽ കുറച്ച് നമുക്ക് കഴുത്തിൻ്റെ ഡിസൈൻ കൊടുക്കാം. കുറച്ചെങ്കിലും ഒരു ചിസൽഡ് ലുക്ക് വരട്ടെ റേച്ചൽ ഗ്രീനെ പോലെ. ബ്ലഷ് കൊള്ളാം കേട്ടോ, ബ്ലഷ് ലുക്സ് ഗുഡ്. പക്ഷെ ക്ലിയർ ആയിട്ട് ക്യാമറ കാണാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. അവിടെ നിന്ന് ഭയങ്കര ലൈറ്റ് വരുന്നു. എനിക്ക് നിന്ന് കോളേജിൽ പോകാനുള്ള ടൈം ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഞാൻ സൂപ്പർ ലേറ്റ് ആയിട്ടാണ് കോളേജിൽ പോകുമ്പോൾ. ഐ എൻജോയ് ഡൂയിങ് ദിസ്. ഐ വിൽ ഷോ യു. ഇപ്പം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം കുറച്ച് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് വേറെ കാണത്തുള്ളൂ. I think I look dumb kind of. Still I don't think I am bad. I just got dressed up. And now I think look a problem. ഇത് ഓപ്പൺ ആയിട്ട് ഷർട്ട് ഫുൾ ക്ലോസ് ആയിട്ട് കഴിഞ്ഞ് ഇത് വേസ്റ്റ് ഏരിയയിൽ കുറച്ച് ലൂസ്. ഇതിങ്ങനെ ഇവിടെ നമുക്ക് പെയിൻറ്റ് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് നൈസ് ഉണ്ട്.
I guess. Most of them were open and closed ആയിട്ടുള്ളത് തന്നെ. What she has done is ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിപ്പിൻ വെക്കുക എന്നുള്ളതാണ്. That's nothing because അത് കോളേജിൽ പോകുന്ന എല്ലാ ഗേൾസും അതാണ് ആദ്യ 2 പീരീഡിന് ശേഷം ചെയ്യുന്നത്. ഒബ്വിയസ്ലി ആ ഹെയർ സ്റ്റൈൽ 2 പീരീഡിന് ശേഷം ചെയ്യാം. So what I should do now is we can make it like Rachel Green's, but ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഇവിടെ കോളേജിൽ പോകുന്നത്. അപ്പം എന്തായാലും എന്ത് ചെയ്താലും പോകും. So but still we can do something like that. Hallelujah. എനിക്ക് റേച്ചൽ ഗ്രീൻ വൈകുന്നേരങ്ങളിലും കവി ഖുഷി കബീറിൻ്റെ പൂ വൈകുന്നേരം വരുന്നത്. ഇന്നലെ ഷാമ്പൂ ചെയ്ത് ഇന്ന് രാവിലെ ഹെയർ സ്പ്രേ അല്ല വാവുൻ്റെ ഹെയർ ഓയിൽ. ബട്ട് ഡെയിലി കോളേജിൽ പോകുമ്പോഴത്തേനും ഹീറ്റിംഗ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നത് I think I don't want that. First of all. Second of all, it's not so good. My sister do that. I have a Amy and Jill here. She can run to her brother and sister. Amy and Jill. Yeah. And she's again making noise from downstairs. ഒരു ഹെയർ ബൺ ഇട്ടിട്ട് തന്നെ കോളേജിൽ പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് കഴിച്ചിടാം. ലിബാം 80% പോകും. ബാക്കിയുള്ള കുറച്ച് കൊടുക്കാം. ലിപ്സ്റ്റിക് യൂസിങ് നൈക്കയുടെ ഓർമ്മയാണത്. ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ഷെയ്ഡാണ് നൈക്കയുടെ തന്നെ. ഇത് മറ്റേ ചായ എന്ന് പറയുന്ന ഷെയ്ഡ്. ഇറ്റ്സ് വൺ ഓഫ് ദ പോപ്പുലർ ഷെയ്ഡ്സ് ഓഫ് മേക്കപ്പ്. Flatters on all skin tones. Putting this ring. നമുക്ക് ഈ ബട്ടർഫ്ലൈ ഇയറിങ്സ് ഇടാം സിൽവർ കളറിൽ. അതിലൊന്ന് ഈ ലുക്കിനോട് നല്ല ജസ്റ്റിഫിക്കേഷൻ നടത്തും. എൻ്റെ മുടി കുറച്ചേറെ ബമ്മായിട്ട് we can concentrate. അപ്പോൾ രാവിലെ എനിക്ക് ഔട്ട്രോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ എക്സ്ട്രീംലി ലേറ്റ് ആയിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 1:50 കഴിഞ്ഞു. പക്ഷേ കോളേജ് ഭയങ്കര നമ്മുടെ വീട്ടിൽ നിന്ന് ഭയങ്കര അടുത്താണ്. സോ ദാറ്റ് അതൊരു പ്രോബ്ലം ആയില്ല. അതർവൈസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ട്രബിൾ. അല്ലെങ്കിലും ഒത്തിരി ഗേറ്റ് ക്ലോസ് ചെയ്യാത്തൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വെൽ അപ്പോൾ ഞാൻ വിചാരിച്ചു പൗഡർ എടുക്കാമെന്ന്. എല്ലാവരും everybody liked my look. എല്ലാ ദിവസവും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ലുക്കൊന്നും അത്രയ്ക്ക് ആരും ബോധറൊന്നും ആവില്ല. ബട്ട് സ്റ്റിൽ ഐ ഗെസ് everybody liked my look. ഒരു ദിവസം ഞാൻ വൺ സൈഡിൽ കൈയുള്ളതും മറ്റേ സൈഡിൽ സീഡ്ലെസ്സും ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോയി കോളേജിൽ. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഇന്ന് എന്തോ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനെ ഇത് ഫാഷനെ പറ്റി എന്തോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സാറ് പറഞ്ഞപ്പോഴത്തേനെ everybody was referring me. നാളെ തന്നെ അത് ഇട്ടുകൊണ്ട് വരും. Then you can see that. Yeah. So that ഇപ്പോൾ കാക്കയുടെ സൗണ്ട് ആയിരിക്കും അല്ല. ഞാൻ എൻ്റെ അകത്ത് വീഡിയോ കാണുന്നതിൻ്റെ സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ പുറത്തൊന്ന് സംസാരിക്കുന്നത്. അപ്പം പുറത്തൊന്ന് കാക്ക സംസാരിക്കുന്നു. ആയിട്ടുള്ള കാക്കൊരു ഇന്ന് would be oiling my hair. Yeah, like, share and subscribe.